സ്തോത്രമേശുവേ, സ്തോത്രമേശുവേ, അങ്ങേ മാത്രം നന്ദി ഓടെയെന്നും വാഴ്ത്തി പാടും ഞാൻ. അങ്ങേ മാത്രം നന്ദി ഓടെയെന്നും വാഴ്ത്തി പാടും ഞാൻ. ജീവനാഥനേ, ദേവനന്ദന, നിന്റെ ജീവനെന്നിൽ തന്നതിനായി സ്തോത്രമേശുവേ. നിന്റെ ജീവനെന്നിൽ തന്നതിനായി സ്തോത്രം യേശുവേ. ഹല്ലേലൂയ. നന്ദി പിതാവേ, സ്തുതിക്കുന്നു കർത്താവേ, സ്തോത്രം ചെയ്യുന്നു. സ്നേഹവാനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, അതിമനോഹരമായ നല്ല പ്രഭാതത്തിനായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഉറങ്ങിയുണർന്ന് കർത്താവിൻ്റെ പാദപിടുത്തിലായിരിക്കാൻ സഹായിച്ചതോർത്ത് നന്ദിയപ്പാ. സുബോധത്തോടും ആരോഗ്യത്തോടും എഴുന്നേൽപ്പിച്ച ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, എൻ്റെ പ്രാർത്ഥനാ ശബ്ദം ശ്രവിക്കുന്ന ഓരോ ജീവിതങ്ങളെയും ഏൽപ്പിക്കട്ടെ. ഈ പ്രാർത്ഥനയിൽ പങ്കുകൊള്ളുന്ന ഓരോ മക്കളെയും ഒന്ന് സമർപ്പിക്കട്ടെ. കർത്താവേ, ഞങ്ങൾ ദൂരത്തും ചാരത്തുമൊക്കെ ആയിരിക്കുമ്പോഴും എൻ്റെ കർത്താവിൻ്റെ വലിയ സാന്നിധ്യമുള്ളതോർത്ത് നന്ദി പറയുക. ഞങ്ങളെ ഉള്ളതുപോലെ കാണുകയും അറിയുകയും ചെയ്യാവുന്ന എൻ്റെ പാദപിടുത്തിലാണ് ഞങ്ങൾ ഇരിക്കുന്നത്. ഞങ്ങളുടെ സമസ്ത ഭാരങ്ങളും രോഗങ്ങളും വേദനകളും സങ്കടങ്ങളും ആവലാദികളും പരാതികളും ഒക്കെ അപ്പച്ചൻ്റെ പാദപിടുത്തിലോട്ടൊന്ന് ചേർത്ത് വയ്ക്കുകയാണ്. കർത്താവേ, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവിടുന്ന് വിടുവിക്കുന്ന ദൈവമാകിയാൽ അപ്പാ, ഹൃദയ തകർച്ചയോടെ അവിടുത്തെ പാദപിടം ചാർന്ന് കടന്നു വരുന്ന ഓരോ മക്കളെയും അവിടുന്ന് ആശ്വസിപ്പിച്ച് സമാധാനിപ്പിച്ച് സൗഖ്യപ്പെടുത്തി നടത്തുന്ന ദൈവമാകിയാൽ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ കുടുംബത്തെയും തൃക്കരങ്ങളിൽ ഏൽപ്പിക്കട്ടെ. ഞങ്ങളുടെ ജീവിത പങ്കാളി ഏൽപ്പിക്കട്ടെ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഏൽപ്പിക്കട്ടെ. പ്രത്യേകിച്ച് വിദ്യാഭ്യാസത്തിലായിരിക്കുന്ന മക്കളെ സമർപ്പിക്കട്ടെ. പരീക്ഷാ കാലഘട്ടത്തിൽ ഇന്ന് വരെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ സഹായിച്ച് ദൈവം തുടർന്നുള്ള വിഷയത്തിന്മേലും കരം പിടിച്ച് ഹല്ലേലൂയ. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ നന്നായി പരീക്ഷ എഴുതുവാൻ തക്കണം, ഇടയാക്കണം, വലിയ മാർക്കോടെ പാസ്സാകണം. ഞങ്ങൾക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തണം, സ്തുതിക്കണം, സ്തോത്രം ചെയ്യണം, അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യങ്ങൾ പറയണം. അതിനായി ഞങ്ങളെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പഠിക്കുന്ന പരീക്ഷ എഴുതുന്ന എല്ലാ മക്കളെയും ചേർത്ത് വയ്ക്കുന്നു. പ്രത്യേകിച്ച് വിദേശ രാജ്യത്തൊക്കെ കടന്നു പോകാൻ കൊതിയോടെ കാത്തിരിക്കുന്ന കുഞ്ഞുങ്ങൾ, അതിനായി പ്രയത്നിക്കുന്ന മക്കൾ, എൻ്റെ കർത്താവെ, കാത്തിരിക്കുന്നവരെ സഹായിക്കണമേ, അത്ഭുതങ്ങളെ ചെയ്യണമേ. ഒരു കഷ്ടമോ നഷ്ടമോ ഉണ്ടാൻ സമ്മതിക്കല്ലേ അപ്പാ. അങ്ങ് വഴി തുറക്കുന്ന ദൈവമാകിയാൽ നന്ദിയോടെ സ്തോത്രം. ഓരോ മക്കളെയും ആഗ്രഹം ആവശ്യമറിഞ്ഞ് കരുതിക്കൊള്ളുമാറാകണം. ഉപജീവനമാർഗമില്ലാത്ത മക്കൾക്ക് വഴിവാതിൽ തുറന്നു കൊടുക്കുമാറാകണം. വിസ ലഭിക്കേണ്ട കുഞ്ഞുങ്ങളുണ്ട് കർത്താവേ, നീ അവർക്ക് എത്രയും പെട്ടെന്ന് ഹല്ലേലൂയ എല്ലാ തടസ്സങ്ങളെയും പരിഹരിച്ചുകൊണ്ട് എൻ്റെ സ്വർഗത്തിലെ ദൈവം അവർക്ക് വേണ്ടുന്നതായ ഹല്ലേലൂയ വിസയ്ക്ക് ലഭിപ്പാൻ സഹായിക്കുമാറാകണം. നടിനങ്ങിയോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഒരു കഷ്ടമോ സങ്കടമോ ഉണ്ടാൻ അനുവദിക്കരുത്. ശത്രു ജയമെടുക്കുവാൻ അനുവദിക്കല്ലേ. ദുഷ്ടപിശാചിന് പരിഹാസത്തിന് ഇടയാക്കരുത് എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. എൻ്റെ കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുവാൻ സഹായിക്കുമാറാകണം. ഹാലേലൂയ. പ്രാർത്ഥിച്ച് ഏൽപ്പിക്കുന്നു കർത്താവേ. ജോലി ചെയ്യുന്ന മക്കളെ ബലപ്പെടുത്തിക്കൊള്ളണമേ കർത്താവേ. വിവാഹത്തിന് ആഗ്രഹിക്കുന്ന മക്കൾക്ക് തക്ക തുണയൊരുക്കി വിവാഹം നടക്കുവാൻ സഹായിക്കണേ. കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതിമാർക്ക് തലമുറകളെ കൊടുത്ത് അനുഗ്രഹിക്കണമേ. ഗർഭിണികളായിരിക്കുന്ന മക്കളെ പിന്നെയും കാത്തുകൊള്ളുമാറാകണമേ കർത്താവേ. സുഖപ്രസവം നൽകി അനുഗ്രഹിക്കണമേ കർത്താവേ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് സുഖപ്രസവം നൽകി അനുഗ്രഹിച്ചതോർത്ത് സ്തോത്രം. നല്ല പൈതങ്ങളെ ദാനം ചെയ്തതോർത്ത് നന്ദി, നന്ദി കർത്താവേ, സ്തോത്രം കർത്താവേ. വീണ്ടും എല്ലാ മക്കളെയും കരുതണമേ നടിയനങ്ങിയോട് പ്രാർത്ഥിക്കുന്നു. ഭവനമില്ലാത്ത മക്കളുണ്ട്, ഭവനം പണിയുന്നവരുണ്ട്. നാദായെല്ലാം പൂർത്തീകരിച്ച് പാർക്കുവാൻ ഭാഗ്യം കൊടുക്കണമേ കർത്താവേ. വാടക ഭവനങ്ങളിൽ കഴിയുന്നവർക്ക് എൻ്റെ സ്വർഗത്തിലെ ദൈവം തലയായ്പാൻ ഇടം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. സ്വന്തമായൊരിടം സ്വർഗം കരുതിക്കാട്ട് കർത്താവ്. കടഭാരമുള്ള മക്കളെ സമർപ്പിക്കുന്നു കർത്താവ്. അവരുടെ ബുദ്ധിമുട്ടറിഞ്ഞ് ദൈവമായ കർത്താവ് ദൂതനെ ഇറക്കണമേ. അവരുടെ ബുദ്ധിമുട്ട് പൂർണ്ണമായും തീർത്തു കൊടുക്കണമേ കർത്താവ്. ഒരിക്കലും ഒരു ലജ്ജാവിഷയമായി തീരുവാൻ അനുവദിക്കല്ലെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. പലവിധ വേദനകളുടെ നടുവിൽ കൂടി കടന്നു പോകുന്ന ജീവിതങ്ങളുണ്ട്. ആരോടും പറയാൻ മേലാത്ത, ആരും പരിഹരിക്കാൻ പറ്റാത്ത വിഷയങ്ങളുടെ നടുവിൽ ഭാരപ്പെടുന്ന മാതാപിതാക്കളുണ്ട് കർത്താവേ. അവരോട് കരുണ തോന്നണമേ, മനസ്സലിയണമേ. നടിയനങ്ങിയോട് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഹല്ലേലൂയ കർത്താവേ, സ്തോത്രം. ദൈവമായ കർത്താവേ, ഈ സമയം ഹല്ലേലൂയ. ഞങ്ങളുടെ ഭവനങ്ങൾ, പരിസരങ്ങൾ, അതിൽ വരുമ്പോൾ വസ്തുവക സർവ്വതും യേശുവിന്റെ രക്തത്താൽ മുദ്ര വയ്ക്കുന്നു. ദുഷ്ടപിശാച് കാണാതെ മറയ്ക്കുമാറാകണം. ഞങ്ങളുടെ രോഗികളെയും ദുഃഖിതരെയും സഹായിച്ച് സൗഖ്യപ്പെടുത്തുമാറാകണം. ഞങ്ങളുടെ അനാഥരെയും വിധവകളെയും സംരക്ഷിക്കുമാറാകണം കർത്താവേ.
ഞങ്ങളുടെ യുവാക്കന്മാരെ കാത്തുകൊള്ളണമേ. ശത്രു കാണാതെ മറയ്ക്കണമേ. നല്ല ഭാവിയിൽ എത്തിച്ചേരുവാൻ ഇടയാക്കണമേ കർത്താവേ. മദ്യത്തിലും മയക്കുമരുന്നിലും അടിമപ്പെട്ട അനേക ജീവിതങ്ങളുണ്ട് കർത്താവേ. കുടുംബത്തിൽ സ്വസ്ഥതയില്ലാതെ കരയുന്ന മാതാപിതാക്കളുണ്ട് കർത്താവേ. മാതാപിതാക്കളെ അനുസരിക്കാത്ത കുഞ്ഞുങ്ങളുണ്ട് കർത്താവേ. കുടുംബജീവിതത്തിലൊരു സമാധാനം അനുഭവിക്കാത്ത മക്കളുണ്ട് കർത്താവേ. പലവിധ വേദനകളിൽ കൂടി കടന്നു പോകുന്ന എല്ലാ മക്കളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു നാഥ. ഒരു സമാധാനം തന്നെ മക്കൾക്ക് നൽകുമാറാകണം. സന്തോഷത്തോടെ ജീവിപ്പാൻ ഇടയാക്കുമാറാകണമെന്നും പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങൾക്ക് തന്നിരിക്കുന്ന എല്ലാ കൊച്ചു തലമുറകളെയും സ്വർഗം അനുഗ്രഹിക്കുമാറാകണം. അരുതാർത്ഥത്തിലൊന്നും അകപ്പെട്ടുവാൻ അനുവദിക്കാതെ ദൈവകൃപയിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ വളർത്തിത്തരണമെന്ന് അടിയൻ അങ്ങയോട് പ്രാർത്ഥിക്കുകയാണ്. എല്ലാ ഉപജനമാർഗത്തെയും തമ്പുരാൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ചെറുതും വലുതുമായ എല്ലാ ഉപജനമാർഗവും സ്വർഗം വാഴ്ത്തി അനുഗ്രഹിച്ചേ മതിയാകുന്നു പ്രാർത്ഥിക്കുന്നു. ആരുടെയും മുമ്പിൽ കൈനീട്ടുവാൻ, ആരുടെയും മുമ്പിൽ തലകുനിപ്പാൻ എൻ്റെ സ്വർഗമാരെയും അനുവദിക്കരുത് എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഉപജീവനമാർഗം ആഗ്രഹിക്കുന്ന എല്ലാ മക്കൾക്കും തമ്പുരാൻ അനുഗ്രഹിക്കപ്പെട്ട വഴിവാതിൽ തുറന്നു കൊടുക്കണം. നാഥാഹാലേ, നീ കൈവിടരുതേ, ഉപേക്ഷിക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് സ്തോത്രം, സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ കർത്താവേ. നന്ദി പിതാവേ, നന്ദി. ഈ സമയം ഞങ്ങളുടെ രോഗികളുമായി കടന്നു വരുന്ന കർത്താവേ, പല വിധത്തിലുള്ള വ്യാധികളാൽ ഭാരപ്പെടുന്നവർ, കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കാൻ കഴിയാത്തവർ, എൻ്റെ സ്വർഗത്തിലെ ദൈവമേ അങ്ങ് ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് സൗഖ്യം ലഭിക്കും. അതിവേദനകളിൽ കൂടി കടന്നു പോകുന്നവർ, ഉണങ്ങാത്ത വൃണമായി കടന്നു പോകുന്നവർ, ഹല്ലേലൂയ, ഉറക്കമില്ലാത്ത ജീവിതങ്ങൾ, പല്ലിൻ്റെ വേദനയാലോ ചെവിയുടെ വേദനയാലോ വായുടെ ഇൻഫെക്ഷനാലൊക്കെ ഭാരപ്പെടുന്ന ജീവിതങ്ങളെ എൻ്റെ സ്വർഗത്തിലെ ദൈവമേ അങ്ങയുടെ കരങ്ങളിലോട്ട് ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ കർത്താവേ, സ്തോത്രം. ക്യാൻസർ രോഗികൾ, കിഡ്നി രോഗികൾ, ഹാർട്ടിനും ലിവറിനും കുഴപ്പമുള്ളവർ, ബൈപ്പാസ് സർജറിക്കായിട്ട് ഒരുങ്ങുന്നവരെ, ഹല്ലേലൂയ, സ്വർഗത്തിലെ ദൈവമേ എല്ലാവരെയും പൊന്നുകരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാ. എൻ്റെ അപ്പനൊന്ന് തൊട്ടാൽ മതി, എവിടുന്ന് ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി, അങ്ങ് ഞങ്ങൾക്ക് മരുന്ന്, അങ്ങ് ഞങ്ങൾക്ക് വൈദ്യന. ഹല്ലേലൂയ. മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ എൻ്റെ യഹോവയിൽ ആശ്രയിക്കുന്ന നന്നെന്ന് അവിടുത്തെ വചനമാകർത്താവേ. അവിടുത്തെ കരുണയുടെ കരം നീട്ടി സൗഖ്യപ്പെടുത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആശുപത്രി മുറികളിൽ ICUയിലും CCUയിലും വെന്റിലേറ്ററിലും കിടക്കുന്നവരുണ്ട് കർത്താവ്. ഓപ്പറേഷൻ കഴിഞ്ഞ് വിശ്രമിക്കുന്നവരുണ്ട് കർത്താവ്. വേദനയും കാര്യങ്ങളുമായിട്ടൊക്കെ ഇരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട് കർത്താവ്. അവരോട് മനസ്സലിഞ്ഞ് കരുണ കാണിച്ച് സൗഖ്യപ്പെടുത്തണമേ കർത്താവ്. നീ ആരുമില്ലാത്തവർക്ക് സഹായകന, മാതാവ, പിതാവ, സകലത്തിൻ്റെ സകലതുമാ സ്വർഗം കടന്നിയെന്ന് സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു പിതാവേ. സ്തോത്രം, സ്തോത്രം. അങ്ങ് അത്ഭുതങ്ങളുടെ ദൈവം, അതിശയം പ്രവർത്തിക്കുന്ന ദൈവം, മനസ്സലിയും കരുണയുമുള്ള ദൈവമാ, ആവശ്യങ്ങളറിഞ്ഞ് സഹായിക്കുന്ന ദൈവമാ. എൻ്റെ ദൂതനെ ഇറക്കി മാനിക്കുമാറാകണമെന്ന് അടിയനങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. വേർപാട് ദുഃഖത്തിലായിരിക്കുന്ന ഓരോ മക്കളെ സമർപ്പിച്ചുകൊണ്ടും പ്രാർത്ഥിക്കുന്നു. എല്ലാം എൻ്റെ അപ്പൻ്റെ പാദപിടത്തിലോട്ട് ഏൽപ്പിക്കട്ടെ പിതാവേ. പ്രത്യേകിച്ച് വിദ്യാഭ്യാസത്തിൽ കഴിഞ്ഞ കുഞ്ഞുങ്ങളെ, ജോലിക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന മക്കൾ, കർത്താവ് പല വാതിലുകളിൽ മുട്ടുന്ന കുഞ്ഞുങ്ങളെ, അപ്പാ നീ അവർക്ക് വേണ്ടുന്ന വഴിവാതിൽ തുറന്നു കൊടുക്കണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കൊച്ചിയിൽ എയർപോർട്ടിൽ ജോലി കിട്ടേണ്ട പൈതലുണ്ട് കർത്താവേ. സ്തോത്രം. എൻ്റെ ദൈവം അവൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യുമാറാകണം. IT കമ്പനിയിൽ ജോലിക്കായിട്ട് ആഗ്രഹിക്കുന്ന പൈതലുണ്ട് കർത്താവേ. നീ അവന് വേണ്ടുന്ന വഴിവാതിൽ തുറന്നു കൊടുത്ത് സഹായിച്ചേ മതിയാകുമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കുഞ്ഞിനു വേണ്ടി സ്വർഗത്തിലെ ദൈവം ഒരു നല്ല ഇടം ഒരുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേൾക്കുന്നൊരു ദൈവമുണ്ടെന്ന് കുഞ്ഞുങ്ങളെ തിരിച്ചറിയട്ടെ കർത്താവേ. പ്രത്യേകിച്ച് കർത്താവേ, ശ്വാസതടസ്സത്താൽ ഭാരപ്പെടുന്ന, കൃത്രിമ ശ്വാസം ശ്വസിച്ചുകൊണ്ട് കിടക്കുന്ന തൻ്റെ മകനെയും ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. നാഥാ, നീ കൈവിടരുതേ, ഉപേക്ഷിക്കരുതേ, വിശ്വാസത്തിന് ഭംഗം വരുവാൻ അനുവദിക്കല്ലേ. അതികഠിനമായ കഷ്ടത്തിൽ നിന്ന് വീണ്ടെടുക്കണമേ കർത്താവേ. പൂർണ്ണമായ സൗഖ്യത്തെ നൽകി മാനിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥന കേൾക്കുന്ന ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ആരാധിപ്പാൻ സ്വർഗമേ അവിടുന്ന് ഇടയാക്കണമെന്ന് അടിയനങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി, എൻ്റെ അപ്പൻ്റെ ഒരു തുള്ളി രക്തം കുത്തിവെച്ചാൽ മതി, എൻ്റെ മക്കളൊക്കെ ഈ സൗഖ്യം പ്രാപിക്കുമല്ല കർത്താവേ. അവിടുന്ന് സഹായിച്ചേ മതിയാകുന്നു പ്രാർത്ഥിക്കുന്നു. എൻ്റെ പ്രാർത്ഥനയെ ചോദിച്ച് ഓരോ മക്കളെയും അടിയൻ പേരായി സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും കർത്താവ് വലിയ ചെയ്ത് മാനിക്കണം. ഇന്ന് പകൽക്കാലം പാപം കൂടാതെ ജീവിക്കണം. അങ്ങയുടെ ഇഷ്ടം ചെയ്യാൻ ഞങ്ങളെ സഹായിക്കണം. ഹല്ലേലൂയ കർത്താവേ. ഞങ്ങളുടെ ഭരണകർത്താക്കളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ സുവിശേഷ വേലകളെയും വേലക്കാരെയും അനുഗ്രഹിക്കണമേ കർത്താവേ. ശത്രു ആരെയും കാണാതെ മറയ്ക്കണം. ഞങ്ങളുടെ ദേശത്തെ, രാജ്യത്തെ അനർത്ഥത്തിൽ നിന്ന്, ആപത്തിൽ നിന്ന് വിടുവിക്കുമാറാകണം. പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് ഏൽപ്പിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. സ്തോത്രം.